എങ്ങനെയാണ് വെറും ഒരു സിമ്പിൾ ലോഗോയി മാറുന്നത്? ഈ ലോഗോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇതും കണ്ടിട്ടുണ്ടാവും, ഇതും കണ്ടിട്ടുണ്ടാവും, ഈ ചിലപ്പോൾ ഇതും 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 ഇതെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഇതൊക്കെ സിമ്പിൾ അല്ലേ? ഇതൊക്കെ എങ്ങനെ ലോഗോയി മാറി? പ്രാചീന കാലം തൊട്ടേ മനുഷ്യനെ ഓരോന്ന് റെപ്രസെൻറ്റ് ചെയ്യാൻ ഒരുപാട് സിമ്പിൾസ് യൂസ് ചെയ്ത് തുടങ്ങി. വൈക്കിങ്സ്, റോം, മുഗൾസ് ഇവരൊക്കെ ഇവരുടെ സിമ്പിൾസ് യൂസ് ചെയ്ത് ഇവരാണെന്ന് കാണിച്ചു തുടങ്ങി. അതുപോലെ തന്നെ ജപ്പാൻ പോലുള്ള രാജ്യങ്ങൾ അവരുടെ കുടുംബത്തെയും അതുപോലെ തന്നെ രാജാവിന് കീഴിലുള്ളവർ എന്നിവരെ കാണിച്ചു തുടങ്ങാൻ സിമ്പിൾസ് യൂസ് ചെയ്ത് തുടങ്ങി. അങ്ങനെ 1870 ബേസ്ഡ് ട്രയാങ്കിൾ എന്ന് പറയുന്ന ആൽക്കഹോൾ ബേസ്ഡ് ഡ്രിങ്ക്സ് വിൽക്കുന്ന ഒരു ബ്രാൻഡ് അവരുടെ ആദ്യത്തെ ഡിജിറ്റൽ ലോഗോ പുറത്തുവിട്ടു. അന്നത്തെ അഡ്വർടൈസ്മെൻറ്റ് മികവ് കൊണ്ടും നാട് മൊത്തം അറിഞ്ഞു. അങ്ങനെ മനുഷ്യൻ ആദ്യത്തെ ലോഗോയും ബ്രാൻഡ് ഐഡൻറ്റിറ്റിയും കണ്ടു. ഇതിനുശേഷം ഒരുപാട് കാലത്തോളം ഒരുപാട് ലോഗോസ് പൊന്തിരാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കെ 1960 ഇവർ രണ്ടുപേരും കൂടി ചേസ് ബാങ്കിൻ്റെ ലോഗോ ഡിസൈൻ ചെയ്തു. എ ലോഗോ ദാറ്റ് ട്രാവൽ വേ മോഡേൺ. ഇങ്ങനെയാണ് ഒരുപാട് ബ്രാൻഡ് ഐഡൻറ്റിറ്റീസും ലോഗോസൊക്കെ ഉണ്ടായി തുടങ്ങിയത്. ഇങ്ങനെ തന്നെയാണ് നമ്മളിതെല്ലാം മോഡേൺ ആക്കിയെടുത്തതും. ദാറ്റ്സ് ഹൗ എ സിമ്പിൾ became logo. ബൈ.